So in നമ്മുടെ week 25 Zoom session ആണ്. So we are almost half le. ഒരു ഇയറിൽ എത്ര വീക്സ് ആണ് ഉണ്ടാവുക? 54 ആണോ? How many weeks are there in a year? Yes, almost 50 to 50, yeah, 52 weeks ആണ് വരിക. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ഹാഫ് എത്തി അല്ലെ? അടുത്ത 26th സെഷൻ ആകുമ്പോഴേക്കും പക്ക ഹാഫ് ആവും. ഓക്കെ, സോ ഇന്ന് തൊട്ട് നമ്മുടെ സെഷൻ മൊത്തത്തിൽ ചേഞ്ച് ആവുകയാണ്. ഇനി തൊട്ട് ഞാൻ നിങ്ങളുടെ ഇൻപുട്സ് നിങ്ങൾ എനിക്ക് തരുന്ന ഔട്ട്പുട്സ് കേൾക്കാൻ മാത്രം ഇരിക്കുന്ന ആളാണ്. ഇന്ന് തൊട്ട് ആക്ച്വലി നമ്മുടെ ക്ലാസ്സിന്റെ സ്വഭാവം തന്നെ മാറുകയാണ്. എനിക്ക് നിങ്ങൾക്ക് ഒരുപാട് വർക്ക്ഷോപ്സ് തരാനോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പ്രൊഫഷണൽ റൈറ്റിംഗിന്റെയും സോഷ്യൽ മീഡിയ ലാംഗ്വേജിന്റെയും ഒക്കെ ഒരുപാട് വർക്ക്ഷോപ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് കിട്ടേണ്ടതൊക്കെ അതിന്റെ റിസൾട്ട്സ് ആണ്. ഓക്കെ, സോ നമ്മൾ എല്ലാ വീക്കും ഇനി ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക നിങ്ങളുടെ ആക്ടിവിറ്റീസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിർബന്ധമായി നിങ്ങൾ ആക്ടിവിറ്റീസ് ചെയ്യുക. ആക്ടിവിറ്റീസ് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ക്ലാസ്സിൽ വളരെ ഐഡിൽ ആയിട്ട് ഇരിക്കേണ്ടി വരും. Okay, so this is week 25 Zoom session and our topic is embracing continuous growth. Right? Continuously and our subtopic is reflections and planning for the future. Okay, so I'll just read the agenda and in the content in the reflecting on integrating English into daily life, sharing insights from music and movies, vocabulary expansion showcase, cultural exploration presentations, personal narrative workshop review, global issues discussion recap, future goals and reflective practice. ഇതെല്ലാം നിങ്ങളുടെ ആക്ടിവിറ്റിയിൽ നിങ്ങൾ കവർ ചെയ്ത സംഭവങ്ങളാണ്. And word of the day is ulterior. Ulterior. Okay, ulterior എന്ന് പറഞ്ഞാൽ എന്തോ ഒരു നിഗൂഢത ഉള്ളത് അല്ലെങ്കിൽ എന്തോ മറച്ചു വെച്ച് ചെയ്യുന്നുണ്ട്. അവൻ എല്ലാരെയും ഹെൽപ്പ് ചെയ്യുന്നതിന്റെ പുറകിൽ എന്തോ ഒരു നിഗൂഢത ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയില്ല, അല്ലെങ്കിൽ എന്തോ ഒരു ഹിഡൻ മോട്ടീവ്, നമ്മൾ പൊതുവെ ആൾക്കാരോട് പറയാത്ത അല്ലെങ്കിൽ എന്താണ് ഒരു ഹിഡൻ മോട്ടീവ് ഉണ്ട് എന്ന് പറയില്ലേ, അതിനാണ് അൾട്ടീരിയർ. ഓക്കെ, സോ അൾട്ടീരിയർ മീനിങ് തിങ്സ് ദാറ്റ് ആർ കെപ്റ്റ് ഹിഡൻ ഓർ ഇൻ ഓർഡർ ടു അച്ചീവ് എ പെർട്ടിക്കുലർ റിസൾട്ട്. നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളടക്ക് ഇങ്ങനെ പറയില്ല, അവൻ ചില ആൾക്കാർ ചിലർ സോപ്പ് എടുത്തത് എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ ആ പ്രൈസ് ചെയ്യുന്ന എന്താണ് ഒരു അൾട്ടീരിയർ മോട്ടീവ്, ഒരു ഹിഡൻ മോട്ടീവ്. സോ an example sentence is her eagerness to help suggested she has an ulterior motive. ഒരു പെണ്ണ് എല്ലാവരും സഹായിക്കുന്നു, she has got some ulterior motive, എന്തോ ഒരു ഹിഡൻ സംഭവം ഉണ്ട്. Please give me example sentence on it. Ulterior, clear അല്ലേ? Ulterior എന്താണ്? എന്തോ ഒരു ഹിഡൻ മീനിങ്. Example sentence for the word ulterior. Some people are into charity, but their ulterior motive is financial gain. Okay, very good. The story behind my uncle's success is ulterior. ഷിഫ അങ്ങനെ പറയുന്നതല്ലാതെ, അതായത് നമ്മൾക്ക് എന്റെ അങ്കിളിന്റെ എന്താ സക്സസ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല എന്നല്ലേ, അതിന് അൾട്ടീരിയർ എന്നല്ല പറയാം. അൾട്ടീരിയർ നമുക്ക് എന്തോ ഒരു ഹിഡൻ മോട്ടീവ് ഉള്ളപ്പോഴാണ്, നമുക്കൊരു ഹിഡൻ അജണ്ട ഉണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മറച്ചു വെക്കുന്നതാണ് അൾട്ടീരിയർ. സോ ദ സ്റ്റോറി ബിഹൈൻഡ് മൈ അങ്കിൾ സക്സസ് ഇസ് അൾട്ടീരിയർ എന്ന് പറയില്ല, ഇസ് അൺനോൺ എന്നാണ് കേട്ടോ പറയാം. അൾട്ടീരിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഹിഡൻ മോട്ടീവ് ഉണ്ടാവുന്നതാണ്. ഹിഡൻ മോട്ടീവ് ഓർ ഹിഡൻ ഒബ്ജക്റ്റീവ് ഓർ ഹിഡൻ റീസൺ. നമ്മൾ ചിലപ്പോൾ ചിലരെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ കംപ്ലീറ്റ്ലി ആൾട്രൂയിസ്റ്റിക് ആയിട്ടായിരിക്കും, ബട്ട് എന്താണ് നമ്മുടെ ഉള്ളിൽ അവരിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാനുള്ള ഒരു ഹിഡൻ മോട്ടീവ് ഉണ്ടാവും. സോ യു ക്യാൻ ടെൽ അൾട്ടീരിയർ. ഓക്കെ, ഓക്കെ, മൈ അൾട്ടീരിയർ അംബിഷൻ ഇസ് ടു ബി സക്സസ്ഫുൾ ഇൻ മൈ കരിയർ. അതൊരു അൾട്ടീരിയർ അംബിഷൻ ആണോ? അതൊരു ഹിഡൻ അംബിഷൻ ആണോ? നമ്മുടെ കരിയറിൽ സക്സസ്ഫുൾ ആവുക എന്നുള്ളത് എല്ലാവരുടെയും അംബിഷൻ അല്ലേ? അൾട്ടീരിയർ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു നെഗറ്റീവ് മീനിങ് ഉള്ള വേർഡാണ്. നിങ്ങൾ അതിനൊന്നും അങ്ങനെ യൂസ് ചെയ്യട്ടോ. അതായത് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു നിഗൂഢമായ ഏതെങ്കിലുമൊക്കെ ക്രൈം സ്റ്റോറീസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് അൾട്ടീരിയർ എന്ന വേർഡ് കണക്ട് ചെയ്യാം. The ulterior behind the crime is stealing. Okay, that's a good one. Yeah, the ulterior behind the crime was stealing എന്നാണ്. കാരണം നമ്മൾക്കൊരു അൾട്ടീരിയർ എന്ന് പറഞ്ഞാൽ ഹിഡൻ ആയ സംഭവം അല്ലേ, അപ്പൊ അത് അൺകവർ ചെയ്തതിനു ശേഷമല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സോ അൾട്ടീരിയർ behind the crime was stealing എന്നാണ് വരിക. Okay, my son became suddenly very obedient and I suspect an ulterior motive. Very good, that's a very good sentence. നമ്മുടെ റിയൽ ലൈഫിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയത്. Okay, very good. Now let's come to idiom of the day. നിങ്ങൾ നിങ്ങളുടെ സെന്റൻസ് ജനറേഷൻ ഒന്നും കൂടെ ഒന്ന് ബെറ്റർ ആക്കേണ്ടതുണ്ട് കേട്ടോ. Then next is idiom of the day. Just the ticket. Just the ticket എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇടയ്ക്ക് ചില കടയിലൊക്കെ പോയിട്ട് നമ്മൾക്ക് വേണ്ട ഡ്രസ്സ് തന്നെ കിട്ടില്ലേ,
അപ്പൊ നമുക്ക് പറയാൻ പറ്റൂ ദിസ് ഇസ് ജസ്റ്റ് ദ ടിക്കറ്റ്, എനിക്ക് ഇത് തന്നെയായിരുന്നു വേണ്ടത്. നിങ്ങൾ ചില ഹോട്ടലിലൊക്കെ അല്ലെങ്കിൽ റെസ്റ്റോറന്റിലൊക്കെ പോയിട്ട് നമ്മൾക്ക് വേണ്ട ഫുഡ് അതേ ടേസ്റ്റിലേക്ക് കിട്ടില്ല. ഓ ദിസ് ഇസ് ജസ്റ്റ് ദ ടിക്കറ്റ്, അതായത് നമ്മൾക്ക് വേണ്ട സംഭവം എന്തെങ്കിലും അതേപോലെ കിട്ടുമ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ജസ്റ്റ് ദ ടിക്കറ്റ്. Just the ticket, you can say something is just the ticket if it's the perfect thing or if it's exactly what's needed. So here is an example. That's just the ticket, especially if they have bird designs. So she'll absolutely love this one. അതുപോലെ കിളികളുടെ ഡിസൈനും കൂടി ഉണ്ടെങ്കിൽ അതിപ്പോ ഒരു ഡ്രസ് ആയിരിക്കാം, ഒരു പൗച്ച് ആയിരിക്കാം, എന്തെന്ന് കൊടുത്തിട്ടില്ല. Okay, that's just the ticket, especially if they have bird designs. So she'll absolutely love this one. Okay, then ഇവിടെ examples വന്നിട്ടുണ്ട്. Present a friend with a gift while concealing an ulterior motive to prompt that friend to give a present in return. Okay, that's a very good try, Lina. Very good. Then present a friend with a gift while concealing. അവിടെ ഒരു സെന്റൻസ് എനിക്ക് കമ്മ്യൂണിക്കേറ്റഡ് ആണ്, അതിന്റെ മീനിങ് മനസ്സിലായി, ബട്ട് അതിന്റെ സ്ട്രക്ചറിംഗിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. Present a friend with a gift while concealing എന്ന് പറയില്ല, മറിച്ച് what can you tell? Present a never present a friend with a gift with an അതായത് അൾട്ടീരിയർ മോട്ടീവ് കൺസീൽ ചെയ്തു എന്ന് പറയണ്ട, ഓൾറെഡി കൺസീൽഡ് ചെയ്ത് നമ്മൾ മറച്ചു വെച്ചിരിക്കുന്ന ഒന്നിനെയാണ് അൾട്ടീരിയർ എന്ന് പറയുന്നത്. Present a friend with a gift with an ulterior motive to prompt that friend. അത് മതി, while concealing എന്ന് വേണ്ട, കാരണം അൾട്ടീരിയർ എന്ന് പറയുന്നത് തന്നെ ഓൾറെഡി ഹിഡൻ ആണ്, ഓൾറെഡി കൺസീൽഡ് ആണ്, അതാണ് ആ വേർഡിന്റെ മീനിങ്. സോ വീണ്ടും അത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? Sheila had an ulterior motive for trying to help Stan. Okay, very good. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ ഒരു ഡെയിലി ലൈഫിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം കേട്ടോ, അല്ലാതെ ഞാൻ ഇങ്ങനെ വേർഡ്സ് പറഞ്ഞു പോകുന്നതിൽ ഒരു കാര്യം ഉണ്ടാവില്ല. The building construction looked like an ulterior engineering of Sujata. The sentence is not clear. Okay. Okay, and last class നമ്മൾ സംഭവം പറഞ്ഞു വെച്ചിരുന്നു, ഇന്നത്തെ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങളുടെയൊക്കെ മോട്ടിവേഷൻ സ്പീച്ച് വെച്ചിട്ടാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. So who all are ready? നമ്മൾ 1 minute സ്പീച്ച് ആയിരുന്നു പറഞ്ഞത്. I'll give 1 minute for everyone. Okay. Swapna is ready. Very good. Who else? Swapna start ചെയ്തോളൂ. അപ്പോഴേക്കും റെഡി ആയിട്ടുള്ള ഒരു ചാറ്റ് ബോക്സിൽ പറയണം കേട്ടോ. When life gives you lemons, make lemonade. Good evening, EEP family. I am Swapna M. Paul of MA Sociology, January 24 batch. Today, I would like to share with you a few tips on how to overcome self-doubts, failures, obstacles, and dwindling self-confidence. Here are 5 steps which helped me to transform the sour lemons life gave me into a bowl of sweet lemonade. Step 1, always remind yourself that you cannot change people, circumstances, and the laws of society. Step 2, do not chase perfectionism. Begin what you want to do and put in your best effort to make it work. Step 3, don't be afraid of failures. Be brave, restart, rectify your shortcomings, and move on. Step 4, comparison is the bane of existence. Never compare someone's success to our failures. Each person is unique and progress at their own pace. And last but not least, be kind to yourself and to the people who love and accept you the way you are. Hopefully, these tips will guide you to bring coherence and harmony to your life. Thank you and good day. Thank you so much, Swapna. That was just amazing. It was very well written, very crisp. Thank you, ma'am. Thank you, ma'am. Okay, it was a motivation for all of us. അല്ലേ, ബാക്കിയുള്ളവരൊക്കെ എവിടെ? It was very good. വേറെ ആരും റെഡി ആയിട്ട് വന്നിട്ടില്ലേ? That was a very good motivation. ഈ ഒരു മോട്ടിവേഷൻ എടുത്ത് ബാക്കി എല്ലാവരും വരൂ. It was very clear. ബട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രിട്ടിക്കലി, അതായത് ഞാൻ ഇവിടെ നിങ്ങളുടെ തെറ്റ് കണ്ടുപിടിക്കാനിരിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ കണ്ടുപിടിച്ചൊരു സംഭവം പറഞ്ഞുതരാം. ടിപ്സ് എന്നൊക്കെ പറയാം, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് നമ്മൾ മലയാളികളായതുകൊണ്ട് നമുക്ക് മലയാളം ഇൻഫ്ലുവൻസ് നമ്മൾ ഏതൊരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ വരും. നമ്മളത് പയ്യെ പയ്യെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ടിപ്സ് അല്ല, ഇറ്റ്സ് ടിപ്സ്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്യാം. ആൻഡ് ഇതിന്റെ പറയുന്ന എല്ലാവർക്കും കൂടെയാണ് കേട്ടോ, സ്വപ്നക്ക് മാത്രം വേണ്ടിയിട്ടല്ല. സോ ഇത് നിങ്ങൾ ഇനി നിങ്ങളുടെ സ്പീച്ചസിലും ഇത് ചെയ്യാം.
ആൻഡ് നമുക്ക് മലയാളത്തിൽ ന ഉണ്ട്, ന അണ്ണാൻ ന ഉണ്ട്, ബട്ട് ഇംഗ്ലീഷിൽ നമുക്ക് ന ഇല്ല. അപ്പൊ നമ്മൾ പലപ്പോഴും എൻ എന്നുള്ളത് ഇടയിൽ വരുമ്പോൾ ന ആയിട്ട് ഉച്ചരിക്കാറുണ്ട്. ലെമണേഡ്, ഇറ്റ്സ് ലെമണേഡ്. ഇംഗ്ലീഷിൽ ന ഇല്ല, ഇംഗ്ലീഷിൽ ഇറ്റ്സ് ലെമണേഡ്, ലെമണേഡ് അല്ല കേട്ടോ. ഓക്കെ, അപ്പൊ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ആൻഡ് ടൈം 1 minute എന്നത് 1 minute 30 seconds ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇറ്റ്സ് ടോട്ടലി ഫൈൻ. പക്ഷെ നിങ്ങൾക്ക് എവിടെയെങ്കിലും പ്രസന്റേഷന് കൃത്യമായ സമയം തന്നിട്ടുള്ളപ്പോ എന്ത് ചെയ്യണം, നിങ്ങൾ പറഞ്ഞത് കൃത്യം 1 minute ആണോ എന്ന് നോക്കണം. അല്ലാത്ത പക്ഷം എന്താണ്, അത് കട്ട് ഓഫ് ചെയ്ത് വീണ്ടും ഷോർട്ട് ആക്കേണ്ടതുണ്ട്. ഓക്കെ, സോ ദാറ്റ് വാസ് an absolutely amazing 1 minute speech. Thank you so much for that, Swapna. Okay, then Good evening, all of you. Recently, 2 days before I joined this our academy, I'm very happy to join again. And recently, I had completed my degree from 2007, and there is a long gap are there. My age is 38 right now, but I have ardent desire to learn and to understand to complete my PG. Because actually I would like to complete my B.Ed, but unfortunately B.Ed need 45%. So again I checked with the Calicut University. They told me to complete your PG, then through the PG you can complete your B.Ed. Accordingly, I joined this group. So my advice to all of you, because we need to bring change in our mind, whether the age and everything, it is not a matter, because there is a word in the Holy Quran that is, Inna Allah la yughayyiru ma biqawmin hatta yughayyiru ma bi nafsi. It means we should bring change in our mind only, because other people will not change us. First of all, the change we need to bring from our mind only. That is why I decided to complete my PG from this platform. This is only I would like to tell all of you. So it is my first step. Inshallah, later I will join mom in our upcoming meeting also. Thank you very much. thank you so much, Harris. Your English is well and good. It is very well conveyed. Very slight grammar mistakes, and being this your first class, this is the best speech you can present. And also Harris പറഞ്ഞ കാര്യം, Okay. age is just a number, and just ഹാരിസിന്റെ ഒരു ഇൻഫർമേഷൻ പറയാണ്, ഇവിടെ ഒരുപാട് ഹാരിസിനേക്കാൾ എൽഡർ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. Okay. ഇവിടെ നമ്മളുടെ മധു എന്ന് പറയുന്ന സ്റ്റുഡന്റ് ഉണ്ട്. ഹി ഈസ് There is a Madhu sir. Yeah. ആക്ച്വലി പ്രായം കൊണ്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും സർ അങ്ങനെ വിളിക്കണം, ബട്ട് നമ്മളോട് ഒരു ടീച്ചർ സ്റ്റുഡന്റ് ആ ഒരു സംഭവത്തിലും പിന്നെ എല്ലാവരുടെ ഏജും എനിക്ക് അറിയാത്തതിന്റെ പേരിലാണ് ഞാൻ എല്ലാവരെയും ഒരു കോമണാലിറ്റിക്ക് വേണ്ടിയിട്ട് എല്ലാവരുടെയും പേര് പറയുന്നത് കേട്ടോ. അതിൽ ആർക്കും there should be no, like, don't feel offended. No. I am just in my early 20s. We are student in front of you, so you can call any our name also. Yes, exactly, because I personally know only few of you, so I cannot like call few people with other name and few people only the name. So that's why I'm following a common pattern. I'm calling everyone name, and thank you for that wonderful speech. It's very good, so that others, like, it's very hard to get back to studies once you start working. നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ജോലിയിലേക്ക് വന്നതിന് ശേഷം വീണ്ടും പഠിക്കുക എന്നുള്ളത് is a very tough task. Like, even I wish to take a gap year in between my studies, but അത് എടുക്കാത്തതിന്റെ റീസൺ ഇത് തന്നെയാണ്. നമ്മൾ ജോലി ചെയ്ത് നമ്മൾ പഠിക്കുന്ന എന്തിനാണ്, at the end ഒരു ഏർണിംഗിന് വേണ്ടിയിട്ടാണ്. So once you start earning, you won't feel like coming back to studies. So I appreciate each and everyone here who even at this age, at this busy schedules of your life, is present here to study. So today first we are going to discuss how to integrate. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇന്നിപ്പോ കേട്ട ഈ സ്പീച്ചിന്റെ കാര്യങ്ങളായാലും, ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇഡിയം ആവട്ടെ, വേർഡ് ഓഫ് ദി ഡേ ആവട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, ഇവിടെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു ട്യൂസ്ഡേ EEP സെഷൻ കഴിയുന്നതോട് കൂടെ മറക്കേണ്ട കാര്യങ്ങളല്ല. റാദർ ഇറ്റ് ഷുഡ് ബി ഇന്റഗ്രേറ്റഡ്, നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ്. ഇറ്റ് ഷുഡ് ബി ഇന്റഗ്രേറ്റഡ് ടു അവർ ഡെയിലി ലൈഫ്. So can someone share me, like just one person can share me, ഇതുവരെ ഉള്ള EEP journey-ൽ how could you integrate our inputs, അല്ലെങ്കിൽ നമ്മൾ EEP-ൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാവട്ടെ, ലൈവ് സെഷൻസിൽ ഡിസ്കസ് ചെയ്താവട്ടെ, ടാസ്കുകളിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാവട്ടെ, how could you actually integrate it into your life? Or you can also narrate any real life experience where EEP sessions helped you. Ali, all the recorded sessions are available in YouTube. Just LearnWise
EEP എന്ന് അടിക്കുമ്പോൾ തന്നെ വരും. ഇൻ കേസ് അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് കണക്ട് വിത്ത് യുവർ മെന്റർ വിൽ സെൻഡ് യു ദ ലിങ്ക്. ഓക്കെ, can someone please give me or tell me about how you incorporated English into your daily routine? നമ്മൾ ഡെയിലി റൂട്ടീനിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ഓൾറെഡി മെത്തേഡ്സ് പറഞ്ഞിരുന്നു. നമ്മൾ രാവിലെ എണീറ്റ് ഓരോ കാര്യങ്ങൾ ചെയ്തു നോക്കുമ്പോൾ അത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് എന്ന് പറഞ്ഞു നോക്കുക. രാവിലെ എണീക്കുന്നു, I woke up in the morning, I took a bath, I brushed my teeth, I cooked, മാവ് കുഴക്കുന്നതിന് എന്താ നമ്മൾ പറയുന്നു, knead the dough, then I made chapati, I had my breakfast. നമ്മൾ ഡെയിലി ആ ഒരു ഡെയിലി റൂട്ടീൻ ഒക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കാനൊക്കെ പറഞ്ഞിരുന്നു. So is there anyone who could tell me how could you improve your English through EEP, or how you've incorporated your English into your daily life? Is there anyone who can help me with this? ആരെങ്കിലും ഉണ്ടോ ഒരാള്? ആൻഡ് ഇവിടെ 67 പേരുണ്ട്. 67 പേരിൽ I want everyone to come up. Yes, Madhu, I'll unmute you. And എല്ലാവരുടെയും എല്ലാ സ്പീച്ച് ടൈമും 1 minute ആണ്. I'll be keeping timer. You should conclude your speech in a minute. Yes, Madhu, can you unmute? Good evening, ma'am. Good evening, Madhu. I am just listening to what Haris was talking about, and I am very much happy that one more guy is there to join this course, especially at later ages, like me, and I am elder to him actually. I am 58, and ma'am, you are younger to my second son. Anyway, I am happy to be here, and especially why I had joined here to just to fulfill my ambition to complete my post-graduation. Something around 38 years ago, I tried once at that time, but because of my busy schedule, I could not complete it. Although I passed, succeeded in first year, I couldn't succeed in the second year of MA at that time, because by the time I was very much busy with my my business and all. So I dropped, and my life began to start at that time. So I couldn't spend that much time to spend on my studies. Anyway, I'm happy to be here, and EEP helped me a lot, because for the past some 20 years, I was not at all in touch with English. I mean, speaking. I used to read books, I used to read papers, I used to watch news, etc., etc. It goes on. Still, I'll be getting some new words, but I'll just keep it in my book. But I won't search for the second time whenever I need it. So collecting new words is a tough game. Of course, I know I have crossed the limit of time. But I don't feel like stopping you. Anyway, thank you so much, Madhu, for this. And actually, when all of you speak, this is being a motivation to me, because I am here like younger to all of you, and I feel motivated for all this. And it is hard to believe that you have had no connection with English for the last many years, and you're still speaking. This Yeah, I was reading. I was reading, but I was reading, but in my busy schedule of business means I was retailing. And but reading and speaking is entirely different. I'm very sure all 67 people who are present here knows very well to read and write English. Everyone has enough confidence to read and write, but everyone lacks confidence in speaking, and that is why we have a program called EEP here. So I am again like requesting all of you to come up to speak. It's totally fine if you make mistakes. This is the right place to make mistakes. Okay, so please come up. And ഇനി വരുന്ന ഞാൻ അങ്ങനെ പറയല്ല, ബട്ട് സ്റ്റിൽ ഇവിടെ അധികവും നിങ്ങൾക്കും അറിയാം, ചാറ്റ് ബോക്സ് നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ സ്ഥിരം വരുന്ന കുറച്ച് പേരുണ്ട്. ഐ എം ഹാപ്പി ദാറ്റ് ദേ ആർ ദേർ, ബട്ട് ഐ വാണ്ട് ഓൾ ഓഫ് യു ടു കം. ഓക്കെ, ലെറ്റ്സ് ഓൾ ഗ്രോ ടുഗെദർ. ഓക്കെ, Swapna, I have received your activity. I have downloaded it. I'll be looking into it. Okay. Okay. So ഇനി ജസ്റ്റ് ഒരു ചെറിയൊരു ഭാഗം ഞാൻ പറയാം. ഇന്ന് എന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻപുട്ട് കിട്ടണ്ടേ, അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ.
I am talking about importance of consistency and immersion. What is consistency? What is meant by being consistent? നമ്മളൊരു കാര്യത്തിൽ consistent ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? What is meant by consistency? To be consistent means to be regular, അല്ലേ? Yes. To stick on, ഉറച്ചു നിൽക്കുക, stable ആവുക, regular ആവുക. Yes. To be regular. Okay. So what is importance in being regular? നമ്മൾ first class തൊട്ട് തുടങ്ങിയതാണ് ഈ consistency, regularity, progression എന്നുള്ളതൊക്കെ. So, our brain likes routine and repetition. ഓക്കെ, ഇതൊക്കെ നമ്മൾ വെറുതെ ആൾക്കാരെ പഠിക്കാൻ മോട്ടിവേറ്റ് ചെയ്ത് പറയുന്നല്ല, ഇതിനൊക്കെ കൃത്യമായ സ്റ്റഡീസ് നടന്നിട്ടുണ്ട്, സയന്റിഫിക് ബേസിസ് ഉണ്ട്. ബ്രെയിൻ ലൈക്സ് റൂട്ടീൻ ആൻഡ് റിപ്പിറ്റേഷൻ. നമ്മുടെ ബ്രെയിൻ സ്ഥിരമായി ചെയ്ത് നമ്മൾക്ക് എന്നും രാവിലെ എണീറ്റ് എങ്ങനെ ബ്രഷ് ചെയ്യണം എന്ന് നമ്മൾ ഓർത്തെടുക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ? ബ്രഷ് ആദ്യം കയ്യിലെടുക്കണം, then you have to wet the brush, then you have to put the paste on it. അങ്ങനെ നിങ്ങൾ ഓർത്തെടുക്കേണ്ടി വരുന്നുണ്ടോ? Is there anyone who needs that? No, right? Why? Because നമ്മൾ ചെറുപ്പത്തിൽ അത് കണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ആദ്യമായിട്ടൊക്കെ നമ്മൾ ഫസ്റ്റ് ഒരു 3 year 4 year old ആയിരുന്നപ്പോൾ ബ്രഷ് ചെയ്തിരുന്നപ്പോൾ നമ്മൾ മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടാവും, പേസ്റ്റ് ആക്കിയപ്പോൾ അത് പുറത്തു പോയിട്ടുണ്ടാവും. It's habitual. How does habit forms? With repetition it becomes routine, with routine it becomes our habit. Okay, so നമ്മുടെ ബ്രെയിൻ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കരമായിട്ട് എന്താണ്, ബ്രെയിൻ അഡാപ്റ്റഡ് ആവും. അതുകൊണ്ടാണ് 10 minutes എങ്കിൽ 10 minutes ഡെയിലി ഒരു 10 minutes നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണിങ്ങിന് മാറ്റി വെക്കാൻ പറഞ്ഞത്. നമ്മൾ ബാക്കിയുള്ള സയൻസും സോഷ്യലും പഠിക്കുന്നത് പോലെയല്ല, ലാംഗ്വേജ് ലേണിംഗ് ഇസ് ഡിഫറെന്റ്. ഓക്കെ, ഡിഫറെന്റ് ന്യൂറൽ പാത്വേസ് ആണ് ലാംഗ്വേജ് ലേണിംഗിലേക്ക് വരുമ്പോഴേക്ക് വരാം. Okay, God, I'm not going so much into psychology. Okay, so ബ്രെയിനിൽ നമ്മളൊരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുമ്പോൾ എന്താണ്, റീറ്റെയിനിങ് മെമ്മറി. നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഓർത്തെടുക്കാൻ സാധിക്കും. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വേഗം റീറ്റെയിൻ ചെയ്തെടുക്കാൻ, ഓർത്തെടുക്കാൻ സാധിക്കും. ഇന്നിപ്പോ എന്താണ്, നമ്മൾ അൾട്ടീരിയർ എന്നൊരു വേർഡ് പഠിച്ചു. നമ്മൾ ഓർക്കാണോ വാട്ട് ഇസ് അൾട്ടീരിയർ, എന്തോ അറിയാം. അത് നമ്മൾ എന്താണ് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ യു വിൽ റിമെമ്പർ. ലാസ്റ്റ് വീക്സ് വേർഡ് ഓഫ് ദ ഡേ, ഇസ് എനിവൺ റിമെമ്പറിംഗ് ഇറ്റ്? ഡു എനിവൺ റിമെമ്പർ ദാറ്റ് വേർഡ്? ലാസ്റ്റ് വീക്സ് വേർഡ് ഓഫ് ദ ഡേ, എനിവൺ? No, it wasn't coherence. Anyone else? Yes, it was luminary. നമ്മൾ ചെയ്യുന്ന ഒരു ഫീൽഡ് പെർഫെക്റ്റ് ആയി നിൽക്കുക എന്നുള്ളതായിരുന്നില്ലേ luminary. So being regular helps our brain to retain memory faster. That is, exposure to the language, sounds, patterns and vocabulary helps build neural connections. ബ്രെയിനിൽ പുതിയ ആ ഒരു ലാംഗ്വേജിനോട് വേണ്ടിയിട്ട് ബ്രെയിൻ കൂടുതൽ അഡാപ്റ്റഡ് ആവും. ഇപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞിട്ട് സൗണ്ട് മാറ്റി ആക്കുക, അതൊക്കെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ ബ്രെയിൻ അത് അങ്ങനെ പഠിച്ചു വെക്കും. പിന്നെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഓർക്കേണ്ടി വരില്ല, നമ്മൾ എന്താണ് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് ബിൽഡിംഗ് പ്രോസസ്. റെഗുലർ പ്രാക്ടീസ് ക്രിയേറ്റ്സ് എ സ്ട്രോങ് ഫൗണ്ടേഷൻ ഫോർ പ്രോഗ്രസ്. നമ്മൾ ആദ്യം നമ്മുടെ പ്രോഗ്രഷൻ വളരെ കുറവായിരിക്കും, വേർഡ് ബൈ വേർഡ് പഠിക്കേണ്ടി വരും. പിന്നെ എന്താണ്, അതൊരു ഡെയിലി റൂട്ടീൻ ആവുന്നതിലൂടെ നമുക്ക് ഫാസ്റ്റർ ആയിട്ട് പ്രോഗ്രസ് ചെയ്യാൻ പറ്റും. ഒരു സംഗതി ഡെയിലി ബേസിസിൽ ചെയ്യുമ്പോൾ first your progress will be too little, but day by day your pace of progress will increase. Okay, നിങ്ങൾ ഒരു 3 months back നിങ്ങളുടെ 1 month സ്റ്റഡി ചെയ്തത് എത്രയാണ് എന്നെടുത്ത് നോക്കിയാലും ആഫ്റ്റർ ഡെയിലി പ്രാക്ടീസ് ഒരു 4 monthsന് ശേഷം ഒരു 1 month എത്ര പഠിച്ചു എന്ന് നോക്കിയാലും it will be different. Okay, then next one is improving skill. Consistent practice helps with repetition. നമ്മളത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ്, ഒരു കാര്യം എന്തായാലും നമ്മുടെ കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നതോറും എന്താണ്, ബെറ്റർ ആയിക്കൊണ്ടിരിക്കില്ലേ? I still remember after shifting to Delhi, I made a curry for the first time. വലിയ സംഭവമൊന്നും ആയിരുന്നില്ല, ഒരു പരിപ്പറി ഉണ്ടാക്കിയതായിരുന്നു. But I had to throw the whole stuff. ആ ഒരു കറി ഉണ്ടാക്കിയ പാത്രം ഒഴിച്ച് ബാക്കി ഫുള്ള് കറി കളയേണ്ടി വന്നു, ബിക്കോസ് വായിൽ വെക്കാൻ പറ്റില്ലായിരുന്നു. But with consistent practice, I am an average today. ഓക്കെ, സോ എന്താണ്, റിപ്പീറ്റ് ചെയ്യുന്നതോറും അത് ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. അത് നമ്മുടെ സ്പീച്ച് ആവട്ടെ, പ്രൊനൗൺസിയേഷൻ ആവട്ടെ, വേർഡ്സിന്റെ യൂസേജ് ആവട്ടെ, കോണ്ടെക്സ്ച്വലി ഇപ്പൊ നമ്മൾ ഓർക്കണ്ടേ ഇതിന്റെ ഇംഗ്ലീഷ് എന്തായിരുന്നു എന്ന് നമ്മൾ ഓർത്തെടുക്കേണ്ടി വരാറില്ലേ? ബട്ട് വിത്ത് കൺസിസ്റ്റൻസി എന്താണ്, ഇറ്റ് ഓട്ടോമാറ്റിക്കലി കം ടു യുവർ മൈൻഡ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് മിസ്റ്റേക്ക് ഐഡന്റിഫിക്കേഷൻ. നമ്മൾ തന്നെ ഇത് റിപ്പീറ്റഡായി സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നും, ഞാൻ ഈ പറഞ്ഞ സെന്റൻസിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ഐ ഗോ സ്കൂൾ എന്ന് പറഞ്ഞതിൽ എന്തോ ഒരു മിസ്സിംഗ് ഉണ്ടല്ലോ എന്ന് യു യോർ സെൽഫ് വിൽ സ്റ്റാർട്ട് ഐഡന്റിഫൈങ് യുവർ മിസ്റ്റേക്സ്. നെക്സ്റ്റ് ഇസ് കോൺഫിഡൻസ് ബിൽഡിംഗ്. ലാംഗ്വേജ് പഠിക്കാൻ നിങ്ങളുടെ ഉള്ളിൽ റിസോഴ്സസ് ഉണ്ടാവുന്നതിനേക്കാൾ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്ത് തെറ്റാണെങ്കിലും, ഇപ്പൊ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ കുറച്ച് തെറ്റ് വന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് മുന്നോട്ട് വന്ന് സംസാരിക്കുന്നവർ എന്താണ്, ദേ ഹാവ് കോൺഫിഡൻസ് ആൻഡ് ദേ വിൽ
gain better than others. Okay, confidence plays a big role. Progress maintenance, അതായത് 1 month പഠിക്കുക 1 month പഠിക്കാതെ നിൽക്കുക, that is not a good way. So with consistency ഒരു maintained progress ഉണ്ടാവും, and for in the end you will reach your goal, which is to be fluent in English. That is with consistency. And next is immersion. Immersion എന്ന് പറഞ്ഞാൽ എന്താണ്? Immersion എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടീച്ചിങ്ങിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇമ്മേർഷൻ, എസ്പെഷ്യലി ലാംഗ്വേജ് ലേണിംഗിൽ. നമ്മുടെ സ്കൂളിലൊക്കെ ഇമ്മേർഷൻ എന്ന വേർഡിന്റെ മീനിങ് മുഴുകുക എന്ന് തന്നെയാണ്. ബട്ട് ഇവിടെ കംപ്ലീറ്റ്ലി മുഴുകുക എന്നതിനേക്കാൾ രണ്ടും കൂടെ പഠിപ്പിക്കുക. ഇമ്മേർഷൻ ഇസ് എ വേ ടു ലേൺ എ ലാംഗ്വേജ് നാച്ചുറലി ബൈ സറൗണ്ടിങ് യുവർ സെൽഫ് വിത്ത് കോംപ്രിഹെൻസിബിൾ ഇൻപുട്ട്. നമ്മുടെ ചുറ്റും ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മളെ ഇംഗ്ലീഷിൽ ഇമ്മേഴ്സ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് ഡെയിലി മലയാളം ന്യൂസ് പേപ്പേഴ്സ് മാറ്റി ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് വായിക്കാം, റേഡിയോ കേൾക്കുന്നത് ഇംഗ്ലീഷ് റേഡിയോ ഏതെങ്കിലും ആക്കാം, പോഡ്കാസ്റ്റുകൾ ഇംഗ്ലീഷ് ആക്കാം. ഇമ്മേഴ്സ് യുവർ സെൽഫ് as much as you can. നമ്മളിപ്പോ ഈ ഒരു ലാംഗ്വേജ് ലേണിംഗ് പ്രോസസ്സിൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഡെയിലി ലൈഫ് നമുക്ക് എത്രമാത്രം ഈ ഒരു ഇംഗ്ലീഷ് ആയിട്ട് ഇമ്മേഴ്സ് ചെയ്യാൻ പറ്റും, ഇന്ററാക്ട് ചെയ്യാൻ പറ്റും, അത്രയും ചെയ്യുക. സോ ദാറ്റ് എന്താണ് can help with improving pronunciation and fluency. കാരണം എന്താണ്, നമ്മൾ ഈ ഒരു ലാംഗ്വേജ് ചുറ്റും കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഡെയിലി നമ്മൾ ഡിഫറെന്റ് ടൈമിൽ ഈ ഒരു ലാംഗ്വേജ് ആയിട്ട് എക്സ്പോഷർ ഉണ്ടാവുകയാണ്. ഇറ്റ് വിൽ ഷുവർലി ഇംപ്രൂവ് യുവർ പ്രൊനൗൺസിയേഷൻ ആൻഡ് ഫ്ലുവൻസി. അല്ല, നമ്മൾ എങ്ങനെയാണ് ഈ മലയാളത്തിലൊക്കെ ഇത്രയും നല്ല പ്രൊനൗൺസിയേഷനും ഫ്ലുവൻസി ഒക്കെ നമുക്ക് ഈ മലയാളത്തിൽ എങ്ങനെയാ വന്നത്? ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ? ജനിച്ചപ്പോഴേ നമ്മുടെ ഉള്ളിൽ മലയാളം ഉണ്ടോ? ഇല്ലല്ലോ. നമ്മൾ എന്താണ് മലയാളം വളരെ ഇമ്മേഴ്സ്ഡ് ആയിട്ട് പഠിച്ചതാണ്. കാരണം നമ്മുടെ പാരന്റ്സ് ആവട്ടെ, സ്കൂളിലാവട്ടെ, നമ്മുടെ ചുറ്റുവട്ടാവട്ടെ, എവ്രി വൺ ഇസ് സ്പീക്കിംഗ് മലയാളം. So ചുറ്റുമുള്ള എല്ലാവരെ കൊണ്ടും ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളത് is not possible for us. So alternate way what can we do is immerse ourselves in as in much activities that will do to help us learn English. Okay, immersion environments provide opportunities to hear and mimic native speakers. Mimic ചെയ്യുക. നിങ്ങൾക്കൊരു വേർഡ് അറിയില്ല, മിമിക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? മിമിക്രി, അതായത് ഇമിറ്റേറ്റ് ചെയ്യുന്നതിനെയാണ് കേട്ടോ മിമിക് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ മിമിക്രി എന്ന് പറയുന്നത് എന്താണ്? മറ്റുള്ള ആൾക്കാർ ഇമിറ്റേറ്റ് ചെയ്യുന്നതിനെയാണ് മിമിക്രി ചെയ്യുക എന്ന് പറയുന്നത്. അതേ വേർഡ് തന്നെയാണ് മിമിക്. ഒരു വേർഡ് നിങ്ങൾ പുതിയതായിട്ട് പഠിക്കുകയാണ്, അതിന്റെ പ്രൊനൗൺസിയേഷൻ അറിയില്ല. സോ ഗൂഗിൾ ഏത് വേർഡ് അടിച്ചാലും യു ഗെറ്റ് ദ പ്രൊനൗൺസിയേഷൻ. സോ ടേക്ക് ദ പ്രൊനൗൺസിയേഷൻ, കേൾക്കുക, അതുപോലെ പറഞ്ഞു നോക്കുക. ഇപ്പൊ ഞാനും ആദ്യമൊക്കെ അങ്ങനെ തന്നെയാണ് ഞാനും പഠിച്ചത്. അൾചീരിയർ, അൾചീരിയർ അവര് പറയും, ഐ റിപ്പീറ്റ്. Again, I'll play the voice, I'll again repeat. Okay, so mimicking is a very good activity to improve your pronunciation. Next is improving comprehension. Comprehension എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മനസ്സിലാക്കല്. ഇപ്പൊ ഇംഗ്ലീഷ് മൂവി ഒക്കെ കാണുമ്പോൾ നമുക്ക് എല്ലാ വേർഡും മനസ്സിലാവില്ല. പക്ഷെ എന്താണ്, നമ്മളൊരു ലാംഗ്വേജിൽ അത്യാവശ്യം നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടെക്സ്ച്വലി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഐ എം നോട്ട് എ പേഴ്സൺ വെരി ഫ്ലുവന്റ് ഇൻ ഹിന്ദി, പക്ഷെ എന്നിരുന്നാൽ പോലും ഇവിടത്തെ ഒരു ഡെയിലി ലാംഗ്വേജ് ഒക്കെ ഞാൻ ഹാൻഡിൽ ചെയ്ത് പോകുന്നുണ്ട്. കാരണം എന്താണ്, ഈ കോംപ്രിഹെൻഷൻ കപ്പാസിറ്റി ഉണ്ട്. എല്ലാ മനുഷ്യന്മാർക്കും ഒരു കോംപ്രിഹെൻഷൻ കപ്പാസിറ്റി ഉണ്ട്. എനിക്ക് കുറെ വാക്കുകൾ അറിയാം, കുറെ അസോസിയേറ്റ് ചെയ്യാൻ അറിയാം, ഗ്രാമർ കറക്റ്റ് ഒന്നുമല്ല. പക്ഷെ എന്നിരുന്നാലും എന്താണ്, ഡെയിലി ഐ ആം ഇമ്മേഴ്സ്ഡ്. ഇവിടുത്തെ ലോക്കൽസ് ആയിട്ട് ഹിന്ദിയിൽ സംസാരിക്കുക എന്നല്ലാതെ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഐ ആസ്ക് ഫോർ അനിയൻസ്, ദേ ഡോണ്ട് നോ വാട്ട് ഇസ് അനിയൻ. ഓക്കെ, ഒനിയൻ അല്ലാട്ടോ, ഇറ്റ്സ് അനിയൻസ്. ഓക്കെ, ഇവിടെ ഐ ഹാവ് ടു സ്പീക്ക് ദ ഇംഗ്ലീഷ് ഹിന്ദി വേർഡ് ഫോർ അനിയൻ ഇസ് പ്യാസ്. ഇതൊന്നും ഞാൻ ഗൂഗിളിൽ നോക്കി പഠിച്ചതല്ല, മറിച്ച് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കേട്ടു. ബിക്കോസ് ഐ എം ബീങ് ഇമ്മേഴ്സ്ഡ് ഹിയർ, സോ ഇറ്റ് വിൽ ഇംപ്രൂവ് യുവർ കോംപ്രിഹെൻഷൻ. ചില വേർഡ്സ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, അതിന്റെ മീനിങ് എനിക്കറിയില്ല, ബട്ട് ഐ സീ പീപ്പിൾ യൂസിങ് ഇറ്റ്. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിൽ അത് കറക്റ്റ് ആണ് എന്ന് അറിയുന്നത് കൊണ്ടാണ് ഐ സ്റ്റാർട്ടഡ് യൂസിങ് ഇറ്റ്. ഓക്കെ, സോ കോംപ്രിഹെൻഷൻ എന്താണ്? കംപ്ലീറ്റ് സംഭവം അറിയില്ലെങ്കിലും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും, കോംപ്രിഹെൻഡ് ചെയ്യാൻ സാധിക്കും. Then next is forcing you to use new skills. Immersion forces you to use newly learned language skills again and again in practical ways. നമ്മൾ ഇമ്മേഴ്സ്ഡ് ആവുമ്പോൾ ഇപ്പോ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഗ്രൂപ്പ് ഉണ്ട് എന്ന് വിചാരിക്കുക. നമ്മൾ പുതുതായിട്ട് ആ ഗ്രൂപ്പിലേക്ക് ചേരുകയാണ്. അതൊരു ഇമ്മേർഷൻ ആക്ടിവിറ്റി ആണ്. അവിടെ എന്താണ്, വി ആർ ഫോഴ്സ്ഡ്. അവിടെ മലയാളത്തിൽ സംസാരിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. ഐ എം പ്ലാനിങ് നമ്മുടെ ഒരു സെഷൻ അങ്ങനെ ആക്കണം. ഐ വിൽ ബി സ്പീക്കിംഗ് ഇൻ 100% ഇംഗ്ലീഷ്. And all your comments, all your communication and the complete session will be in English എന്നുള്ളൊരു സെഷൻ നമുക്ക് വെക്കാം. പക്ഷെ ഇടയിലിടയിൽ ഇങ്ങനെ പുതിയ ആൾക്കാർ വരുമ്പോൾ എനിക്ക് അങ്ങനെ വെക്കാൻ ഒരു ബുദ്ധിമുട്ട്. നമ്മൾ എല്ലാവരെയും കൺസിഡർ ചെയ്യണ്ടേ? ഓക്കെ, സോ ഇമ്മേർഷൻ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുക. അത് നമ്മൾക്കിപ്പോ അങ്ങനെ ഒരു ഗ്രൂപ്പ് കിട്ടിക്കൊള്ളണം എന്നില്ല.
സോ ചില ദിവസം നിങ്ങൾ വീട്ടിൽ ഒറ്റക്കാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് ഒരു 6 to 9 PM ഒരു 3 hours ഞാൻ ചിന്തിക്കുന്ന എല്ലാം ഞാൻ ഇംഗ്ലീഷിൽ ഫ്രെയിം ചെയ്ത് നോക്കും, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ടെക്സ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഇംഗ്ലീഷിലേ ടെക്സ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഫിക്സ് ഗോൾസ് ഫോർ യുവർ സെൽഫ്. ഓക്കെ, നിങ്ങൾക്കായിട്ട് നിങ്ങൾ ഇമേർഷൻ ആക്ടിവിറ്റീസ് ഉണ്ടാക്കി ചെയ്യുക. ഓക്കെ ഓക്കെ സോ ഒരു ലാംഗ്വേജ് പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലാംഗ്വേജിനെ, അതായത് മലയാളം അറിയാത്ത ഇംഗ്ലീഷ് മാത്രം അറിയുന്ന ഒരു കൂട്ടത്തിന്റെ അടുത്ത് നിങ്ങൾ എത്തിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? യു ഹാവ് നോ അതർ ഓപ്ഷൻ, യു ഷുഡ് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. അതാണ് ശരിക്കും ഇമേർഷൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ബട്ട് എന്താണ്, എല്ലാവരുടെയും സാഹചര്യങ്ങൾ അങ്ങനെ ഒരു ഇമേർഷൻ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റിയതായിക്കൊള്ളണം എന്നില്ല. സോ ക്രിയേറ്റ് യുവർ ഓൺ ആക്ടിവിറ്റീസ് അക്കോർഡിംഗ് ടു യുവർ സിറ്റുവേഷൻസ്. നെക്സ്റ്റ് ഇസ് ഇൻസൈറ്റ്സ് ഫ്രം മ്യൂസിക് ആൻഡ് മൂവീസ്. ആക്ടിവിറ്റി ആയിരുന്നില്ലേ അത്? To how movies and music help you understand helps you understand culture. Can someone please come up? നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് ഒന്ന് വായിക്കാവോ? Can you please read it out? Speech ആയിട്ട് പറയാൻ പറ്റുന്നവർ അങ്ങനെ പറഞ്ഞോ, അല്ലാത്തവർ can you read it out? Anyone? It was one day's activity. How language learning through movies and music helps you understand the culture. നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് മൂവീസിൽ മാത്രം കാണുന്ന ഫ്രേസസ് ഉണ്ട്. We don't use it in our Indian English. That will help us understand their culture too. Is there anyone who's ready? Anyone? നിങ്ങൾക്ക് ഇത് ആക്ടിവിറ്റി ആയിട്ട് തന്നില്ലായിരുന്നോ? I think last week ന്റെ അല്ല, maybe last week ആയിരിക്കാം. Okay, if no one is there, this is your next week's first activity. ഇന്നിപ്പോ നമ്മൾ motivation speech പറഞ്ഞതുപോലെ our next week live session will be beginning with your speech on how English language entertainment has contributed your language learning and cultural understanding. If you want, you can just take a note of it. This is going to be your homework for a week. Okay, I hope you got it. Shall we move to next? ഓക്കെ, നെക്സ്റ്റ് വീക്കിന്റെ ആക്ടിവിറ്റി കിട്ടിയല്ലോ. ഇന്ന് നമ്മൾ മോട്ടിവേഷൻ സ്പീച്ച് പറഞ്ഞതുപോലെ നെക്സ്റ്റ് വീക്ക് നമ്മുടെ സെഷൻ ബിഗിൻ ചെയ്യുക ഈ ഒരു ആക്ടിവിറ്റി ആയിട്ടായിരിക്കും. നെക്സ്റ്റ് ഇസ് വൊക്കാബുലറി എക്സ്പാൻഷൻ. I've asked all of you to keep your own vocabulary books. Please share any vocabulary. Listen completely and then continue. Vocabulary മാത്രമല്ല, a word meaning ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ word and a context in which you can use it. അതായത് ഒരു വേർഡും അതിന്റെ എക്സാമ്പിൾ സെന്റൻസും. It can be any word that you mentioned in your vocabulary book or any new phrases in your own field. ഇവിടെ മെഡിക്കൽ ഫീൽഡിൽ ഉള്ളവരുണ്ടാവും, IT ഫീൽഡ് ഉണ്ടാവും, ബിസിനസ് ഫീൽഡ് ഉണ്ടാവും. നിങ്ങളുടെ ഫീൽഡ് റിലേറ്റഡ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ വേർഡ്സ് പറയുക. ആൻഡ് ആ വേർഡ്സ് എവിടെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് കോണ്ടെക്സ്റ്റുവലി ഒരു എക്സാമ്പിൾ കാണിക്കുക. ദാറ്റ് ഈസ് മെൻഷൻ ദ വേർഡ് along with an example. I hope you can all do it. നെക്സ്റ്റ് ക്ലാസ് തൊട്ട് ഡു ദി ആക്ടിവിറ്റീസ് ചെയ്ത് വരുന്നതിന്റെ ഒപ്പം തന്നെ ആക്ടിവിറ്റീസ് നിങ്ങൾ റെഡി ആക്കി വെക്കുക. പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഫോട്ടോ എടുത്ത് അയക്കാനോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്ത് അയക്കാനോ പറ്റുന്ന രീതിയിൽ റെഡി ആയിട്ട് ഇരിക്കുക. സോ ദാറ്റ് വി ഡോണ്ട് സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം വെയിറ്റിംഗ്. ഓക്കെ ഓക്കെ സ്വപ്ന, will you? I don't know let me check the correct pronunciation of the word. I think it's milieu. Yeah, it's milieu. A person's social environment. Then നമ്മളുടെ എന്താണ്, നമ്മളുടെ ആ ഒരു സാമൂഹികപരമായ ചുറ്റുപാടിനെയാണ് milieu എന്ന് പറയുന്നത്. And Swapna, can you please give a example sentence with the word milieu? Okay, Amina has given an idiom here. Four wings, a short nap. Okay, നമ്മൾ ഇടയിൽ ചെറിയ ഉറക്കം, ഒരു പവർ നാപ്പ് എടുക്കില്ല, ഉച്ചക്കൊക്കെ 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ കിടന്ന് ഉറങ്ങില്ല, അതിനെയാണ് നമ്മൾ 4 wings എന്ന് പറയാം. I usually take it's 40 wink ആണോ? Yeah, it's 40 wink. Okay. I usually take a 40 wink after the lunch. Very good, Amina. Okay, അതായത് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങും എന്ന് പറയുന്നത്. Okay, very good. Then, what is that Harris have given? I'm not able to read it itself. Honorificability, attitude, എല്ലാം കൂടെ കുടിച്ചിരുന്ന എന്തോ word ആണ്. Harris, can you please unmute and pronounce the word? I'm not able to pronounce it. Honorificabilitudinitatis. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം എന്നുള്ള ഒരു സ്വഭാവം.
Okay, very good. Can you please once again tell that on the slow so that everyone get it, and I'll also get it. Honorificabilitudinitatibus. Okay. Wow, very good. I'll take time to study that. Okay, that was a very good one. And is it from Shashi Tharoor's book? I know. Yeah, it is from one of the Malayalam dictionary. Backside there is some words, some lengthy words. From there I studied that one. And Shashi Tharoor also normally using this in his speech. Okay. Very good. Thank you. That was a totally new thing for me, and it was nice. നമ്മൾക്ക് ഇങ്ങനെ പഠിപ്പിന്റെ ഇടയിൽ ഇങ്ങനെ എന്റർടൈനിങ് ആയിട്ട് എന്തെങ്കിലും കിട്ടുമ്പോൾ ഇറ്റ് ഇസ് ഓൾസോ നൈസ്. ഓക്കെ, ബട്ട് ഐ തിങ്ക് നമ്മളുടെ ഡെയിലി ലൈഫിൽ കുറച്ച് ഇതൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ശശി തരൂർ പോലെ അത്രയും ലൂമിനറി ആയി നിൽക്കുന്ന ആൾക്കാർക്ക് കഴിയുന്നുണ്ടാവും. നമ്മൾ ഒരു കോമൺ മാൻ ലാംഗ്വേജിൽ ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. ബട്ട് ഒബ്വിയസ്ലി വിത്ത് റിപ്പിറ്റേഷൻ ആൻഡ് പ്രാക്ടീസ് വിൽ ബി ഈസി ഫോർ ഓൾ ഓഫ് us. Okay. Okay, then predilection means a strong liking. Okay, very good. Hamartia, one's bad habit by which causes his downfall. Okay, very good. Alcohol consumption can be a hamartia, right? Yes. A person's success and failure depends on his milieu. Okay. Extol, praise her mother, praise and meaning. Okay. Her mother extol her for good results. Okay, very good. Sweltering, extremely hot. It is sweltering in Kerala now, isn't it? I couldn't sleep well last night due to the sweltering heat in my room. Yes, very good. Very നമ്മളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷന് പറ്റിയ വേർഡും സെന്റൻസും ആണത്. Then boisterous means noisy. It was a boisterous book. Okay. Detention എന്ന് പറഞ്ഞാൽ തോൽപ്പിക്കുക എന്നുള്ള മീനിങ് അല്ലേ detention? Dr. Faustus had his hamartia which made his downfall. Okay. Blurt, a pole. Don't be a blurt. Okay, very good. I'm happy with this session. എല്ലാവരും കുറെ പുതിയ vocabulary ഇതിൽ പലതും എനിക്കറിയില്ല. Very happy with this. We'll continue. ഇത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ ഒരു സെഷൻ വെക്കാം so that we all get new words. Okay. Okay. Yes. Then coming to next, cultural exploration presentations. And നിങ്ങളുടെ ലാസ്റ്റ് വീക്കോ ആക്ടിവിറ്റി ആയിരുന്നു ഇംഗ്ലീഷ് മൂവീസിൽ നിന്ന് അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരുടെ മറ്റ് നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിലെ ആൾക്കാരുടെ ഒരു ലൈഫ് എങ്ങനെയാണെന്ന് നോക്കാൻ. വാട്ട് ആർ ദിയർ ട്രഡീഷൻസ്, വാട്ട് ആർ ദിയർ ഫുഡിംഗ് ഹാബിറ്റ്സ്, വാട്ട് ആർ ദിയർ ഡ്രസ്സിംഗ് ഹാബിറ്റ്സ്, ഹൗ ഡു ദേ സ്പെൻഡ് ദിയർ ഹോളിഡേസ്. ഡു യു റിമെമ്പർ? ഈ ആക്ടിവിറ്റി എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഡു യു ഓൾ റിമെമ്പർ ദിസ് ആക്ടിവിറ്റി? യെസ്, ഒരു ദിവസം നിങ്ങളുടെ ആക്ടിവിറ്റി ആയിരുന്നു മറ്റുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് നേറ്റീവ് കൺട്രീസിനെ കുറിച്ച് വായിച്ചിട്ട് അവരുടെ ട്രഡീഷൻസ് എന്താണ്. ഇപ്പൊ എല്ലാ കൺട്രി ടു കൺട്രി നമ്മുടെ റിച്വൽസ് എല്ലാത്തിലും വ്യത്യാസമുണ്ട്. കല്യാണം ആവട്ടെ, മരണത്തിന് ശേഷമുള്ള ചടങ്ങുകളാവട്ടെ, ഒരു കുട്ടി ജനിക്കുമ്പോഴതാവട്ടെ, എവറിത്തിങ് ഇസ് ഡിഫറെന്റ്. ഇതൊക്കെ ട്രഡീഷൻസിൽ വരും. ആൻഡ് ഹൗ ഡു പീപ്പിൾ സ്പെൻഡ് ഹോളിഡേസ്? നമ്മള് മലയാളികൾ അധികം ട്രിപ്പ് പോവുകയാണ് ചെയ്യുക, isn't it? But വെസ്റ്റില് they go for staycations. അതായത് മറ്റേതെങ്കിലും സ്ഥലത്ത് റൂം എടുത്ത് വീട്ടിൽ നിന്ന് വിട്ട് മറ്റൊരു സ്ഥലത്ത് പോയി താമസിക്കുക. നമ്മൾ പോലെ കറങ്ങി നടക്കുക എന്നതിനേക്കാൾ സ്റ്റേക്കേഷൻസ്, വെക്കേഷൻ എന്നതിന്റെ ഒരു വേറൊരു വേർഡാണ് സ്റ്റേക്കേഷൻസിന് പോവാന്ന് പറയും. ഓക്കെ, സോ ദർ ആർ കൺട്രീസ് where people spend holidays in such a way. Social etiquette എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സാമൂഹികപരമായിട്ടുള്ള പെരുമാറ്റങ്ങൾ എങ്ങനെയാണ്. നമ്മൾ പറയാറുണ്ട് ഇന്ത്യൻ കൾച്ചറിൽ ഇറ്റ്സ് either നമസ്തേ or shake hand, but going to western it's hugging. So such social etiquettes and their impact on language. യുഎസില് താങ്ക്സ് ഗിവിംഗ് എന്ന് പറയുന്നത് ഒക്കെ ഒരു ഭയങ്കര ട്രഡീഷന്റെ ഭാഗമാണ് അല്ലെ. they even celebrate താങ്ക്സ് ഗിവിംഗ് ഡേ, isn't it? അതായത് ആ ഒരു കൾച്ചറിൽ അപ്രിസിയേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇന്ത്യൻസിന്റെ ഇടയിൽ അപ്രിസിയേഷൻ കുറവാണ്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമ്മൾ താങ്ക്സ് പറയാം, അല്ലെങ്കിൽ അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുക, അതിനെ വാല്യൂ ചെയ്യുക എന്നുള്ളൊരു സംഗതി കുറവാണ് നമ്മുടെ ഇടയിൽ. ബട്ട് കമ്മിങ് ടു വെസ്റ്റ് it is a thing of paramount. Thanksgiving is a paramount stuff thing. Yes. Okay, ഫസ്റ്റ് ക്ലാസ് ഉള്ളവര് ഒന്ന് കാച്ചപ്പ് ചെയ്യുക. കുറച്ചെങ്കിലും പഴയ സെഷൻസിന്റെ വീഡിയോസ് കാണുക. ഡൗട്ട്സും ക്വയറീസും ഉള്ളത് നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ചോദിക്കാം. ഓൾസോ യുവർ മെന്റർ ഓൾസോ വിൽ ഹെൽപ്പ് യു. ഓക്കെ. Boxing Day on December 26, wealthy people give a day holiday to their servants after Christmas and give them leftovers in boxes to take them to their family. Very good. Boxing Day. Okay, very good. That's a new thing I've heard. And also Halloween Day celebration, isn't it? നമ്മുടെ ഇന്ത്യയിൽ ഇപ്പൊ കോളേജസിലൊക്കെ ചെയ്തു വരുന്നുണ്ട്. അതൊരു വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ആണ്. നമ്മൾ ആക്ച്വലി ഇന്ത്യയിലെ ഹലോവീൻ ഡേ സെലിബ്രേഷൻ ഇല്ല അല്ലെ. എന്താണ്, they are celebrating this
evil and devil characters and stuff, right? Halloween Day. Yeah, Halloween Day is also a big part of their culture. They dress up, they spend too much for the Halloween decorations. Okay, and ഈ ഒരു ആക്ടിവിറ്റിയും അധികം ആൾക്കാരും പ്രിപ്പയർഡ് ആയിരുന്നില്ല, ചെയ്തവർക്ക് ഓർമ്മയുണ്ടാവും. യെസ്, ഈസ്റ്റർ എക്സ്. ബട്ട് ഈസ്റ്റർ എക്സ് ഇവിടെ നമ്മൾ ഇന്ത്യയിലൊന്നും ഉണ്ടാക്കാറില്ല, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കാറില്ല. എനിക്കൊക്കെ സ്കൂൾ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു ഈസ്റ്റർ എഗ് ഉണ്ടാക്കി കൊണ്ടുവരാൻ. നമ്മൾ നാട്ടിലും ചെയ്യുന്ന കാര്യമില്ലേ, ഈസ്റ്റർ എഗ്, ഈസ്റ്റർ സ്വീറ്റ്സ് എല്ലാം. ബേബി ഷവർ. ഓക്കെ, ബേബി ഷവർ വെസ്റ്റേൺ ഇൻഫ്ലുവൻസിൽ നിന്ന് വന്ന സംഭവം ആണല്ലേ? യാ, പോയിന്റ്. ഒരു 5 years അല്ലെങ്കിൽ ഒരു 5 years ബാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മലയാളീസിന്റെ ഇടയിൽ ഒന്നും ഈ ബേബി ഷവർ ഇല്ല. Even this bride to be, even we Malayalis never did this gender reveal. കുട്ടി ജനിക്കുന്നതിനേക്കാൾ മുമ്പേ അവരുടെ ജെൻഡർ റിവീൽ ചെയ്യുക എന്നുള്ളതൊന്നും we never had. It is all western influence. കുട്ടി ജനിക്കുന്നതിന് മുമ്പ് ഒരു വലിയ ഫംഗ്ഷൻ ആണ് അത്, bride to be, groom to be, then this gender reveal. Yes. Then bachelorette. Bachelorette എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ബ്രൈഡ് ടു ബി പോലെ തന്നെ, ബട്ട് ബിഫോർ മാരേജ് ഗേൾസ് തമ്മിൽ കൂടി ഒരു ഗേൾസ് ഡേ ഔട്ട് ചെയ്യുന്നതിനെയാണ് ബാച്ചിലറേറ്റ് എന്ന് പറയുക. ബാച്ചിലേഴ്സ് പാർട്ടി പൊതുവെ ആണുങ്ങൾക്കും, ബാച്ചിലറേറ്റ് ഇസ് യൂസ്ഡ് ഫോർ ഗേൾസ്. ഓക്കെ, ക്രാഡൽ സെർമണി പോലെ, വ്യൂയിങ് സെർമണി. ഓക്കെ, വാലന്റൈൻസ് ഡേ ഇസ് ഓൾസോ, വാലന്റൈൻസ് ഡേ ബട്ട് കാലങ്ങളായിട്ട് നമുക്ക് ഇന്ത്യയിൽ സെലിബ്രേറ്റ് ചെയ്ത് വരുന്നില്ലേ? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ആക്ച്വലി പക്ഷെ എനിക്ക് വേണ്ടത് ഇത്തരത്തിലുള്ള ഒരു സംഭവം ആയിരുന്നില്ല കേട്ടോ. ഐ വാണ്ടഡ് എ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ, അല്ലെങ്കിൽ ഐ എക്സ്പെക്ടഡ് എ സ്പീച്ച് ഫ്രം യു. നെക്സ്റ്റ് ക്ലാസ് മുതൽ നമ്മൾ എന്താണ് വെർബലി ആക്റ്റീവ് ആവണം. ഐ വിൽ ബി ആസ്കിങ് ഈച്ച് വൺ ഓഫ് യു ടു അൺമ്യൂട്ട് ആൻഡ് സ്പീക്ക്. കണ്ടോ, അൺമ്യൂട്ട് ചെയ്ത് സ്പീക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും. നിങ്ങൾ സംസാരിക്കുന്നതിൽ നിങ്ങളിപ്പോ ഈ വൺ വേർഡ് റിപ്ലൈസ് തരുമ്പോ അതിൽ മിസ്റ്റേക്സ് ഇല്ല. അപ്പൊ നിങ്ങളുടെ ഗ്രാമറിൽ ചേഞ്ച് ഉണ്ടോ, ഹൗ ഇസ് യുവർ സെന്റൻസ് സ്ട്രക്ചറിങ്, അതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, സോ പ്ലീസ് നോട്ട് ഫ്രം നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ്. ഇനിയിപ്പോ നിങ്ങൾക്ക് എത്ര എന്താ പറയാ, എത്ര പ്രിപ്പയർഡ് അല്ലെങ്കിലും ജസ്റ്റ് കം അപ്പ് ആൻഡ് സ്പീക്ക്. അങ്ങനെയാണ്. എവറിത്തിങ് ഹാസ് എ ഫസ്റ്റ് ടൈം, റൈറ്റ്? ഇതുവരെ സംസാരിച്ചില്ലല്ലോ, ഇനി ആദ്യമായിട്ട് സംസാരിക്കാം. എവറിത്തിങ് ഹാസ് ഗോട്ട് എ ഫസ്റ്റ് ടൈം. ഓക്കെ, നെക്സ്റ്റ് ഇസ് പേഴ്സണൽ നെറേറ്റീവ് വർക്ക്ഷോപ്പ്. നിങ്ങളുടെ വളരെ ഒരു 2-3 days ബാക്ക് ആക്ടിവിറ്റി ആയിരുന്നു. നിങ്ങളുടെ ലൈഫിൽ നടന്ന ഒരു സംഭവത്തെ സ്റ്റോറി ആക്കി പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു നെറേറ്റീവ് ആക്കാൻ ഞാൻ പറഞ്ഞു. ഇറ്റ് ഷുഡ് ഹാവ് എ ബിഗിനിങ്, എ മിഡിൽ ആൻഡ് ആൻ എൻഡ്. ഇറ്റ് ഷുഡ് ബി ഡിസ്ക്രിപ്റ്റീവ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇസ് ദർ എനിവൺ ഹു കൻ പ്ലീസ് ഷെയർ ഇറ്റ് ഹിയർ? ഐ വിൽ റീഡ് ഇറ്റ് അലോങ് വിത്ത് ദാറ്റ്. ആർക്കെങ്കിലും ഇതൊന്ന് വായിക്കാൻ പറ്റുമോ? നോട്ട് മധു. Swapna has sent me. Madhu is here. Anyone else? Is there anyone else? ഇവിടെ ഈ ഒരു മധുവും സ്വപ്നയും മാത്രമാണോ ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാര്? വാട്ട് അബൌട്ട് അതേഴ്സ്? നിങ്ങൾ എല്ലാവരും ആക്ടിവിറ്റി ചെയ്തു വരാണ്ട് ഈ മുന്നോട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് എഫക്റ്റീവ് ആവില്ല. ഓക്കെ, ആക്ടിവിറ്റീസ് ചെയ്യുന്നവർ മാത്രം ക്ലാസ്സിൽ കയറിയാൽ മതി ഇനി തൊട്ട്. ഞാൻ ഇങ്ങനെ ഒരു സംഭവത്തിന് മുമ്പ് പറഞ്ഞിട്ടേ ഇല്ല. പക്ഷെ ആക്ടിവിറ്റി ചെയ്യാതെ വരുമ്പോൾ നിങ്ങളുടെ വേസ്റ്റ് ഓഫ് ടൈം ആണിത്. ആക്ടിവിറ്റി ചെയ്തവർക്ക് മാത്രമാണ് ഇനി തൊട്ടുള്ള ക്ലാസ്സസ് യൂസ്ഫുൾ ആവുള്ളൂ. നമ്മളൊരു സെഷൻ 2022 വരെ ഇങ്ങനെ ആയിരുന്നില്ല. ബട്ട് ആഫ്റ്റർ ഒരു 22nd സെഷൻ ആയപ്പോഴേക്കും ഞാൻ മാക്സിമം ഇൻപുട്സ്, നമ്മളുടെ ഒരു ഡെയിലി കൺവേഴ്സേഷന് വേണ്ടിയിട്ടുള്ള ഇൻപുട്സ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ഇനി ഐ വോണ്ട് ടു ഗെറ്റ് ഇൻപുട്സ് ഫ്രം യു. യുവർ ഔട്ട്പുട്ട് ഇസ് മൈ ഇൻപുട്ട്. ഓക്കെ, യെസ്, Amina has sent. Amina, can you please read it out, my dear? Is it possible? Yes. So is it your first time coming to speak up? Yes, ma'am. This is my first time. Okay, Then very waiting. happy for that. Really happy for that. Okay, okay, my dear, you can start. As an introvert, I cherish solitude and like to spend time in my own thoughts. My first day of college is a mix of excitement and nervousness. Quietly navigating the unfamiliar halls, I entered my classroom where my lecturer had already begun the class. Feeling uneasy amidst a scene of new faces, I reluctantly introduced myself and took a seat in the front seat. During the break, I remained rooted to my spot. Despite the kind gestures from fellow students, I felt drained by the social interaction. I found more peace being alone with my thoughts than joining social events. Very, very good, Amina. Very good. Give her a good clap. It was the first time she came up to speak. Very good. Okay, also. Thank you, ma'am. Yes. And ഇവിടെ കവിത കൂടി എനിക്ക് അയച്ചിട്ടുണ്ട്. And Amina, just as a introvert അല്ല കേട്ടോ, as an introvert ആണ് നമ്മൾ AIOU മുമ്പ് an ആണ് യൂസ് ചെയ്യുക. And very good because your vocabulary is superb. I cherish
സോളിറ്റ്യൂഡ് എന്നതിന് പകരം you could have used loneliness, but അതിനേക്കാൾ എത്രയോ നല്ല വേർഡാണ് സോളിറ്റ്യൂഡ് എന്ന വേർഡ്. Okay, that has added a positive thing to your story. I cherish solitude എന്ന് പറയുന്നത് is very well portrayed, and also I reluctantly introduced, താല്പര്യമില്ലാതെയും ചെയ്തു, very good. And also I remained rooted to my spot. Rather in the I remained in my seat in the but you use I remained rooted to my spot. That is all very good usage. Okay, very happy to see this. Okay, ബാക്കിയുള്ളവരുടെ ഞാൻ വായിക്കാം കേട്ടോ. കവിത, സ്വപ്ന and Madhu, I'll download it and keep and I'll read it because class time ഇപ്പൊ അത് വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സമയം പോയില്ലേ. But I'm happy. Okay, വേറെ ആരെങ്കിലും അയച്ചിട്ടുണ്ടോ? കവിത അയച്ചു. Very good. Yeah, that was a very good. ഒരു ഇൻട്രോവേർട്ട് ആയ ഒരാള് ചെയ്യുന്ന ഒരു സംഭവം വെരി വെൽ പോർട്രേഡ് ആണ് ആമീനയുടെ ആ ഒരു ചെറിയ സ്ക്രിപ്റ്റിൽ. വെരി ഗുഡ്. ഓക്കെ, then next is yesterday or day before yesterday you had an activity for debate, isn't it? ഏതെങ്കിലും ഒരു ഗ്ലോബൽ ഇഷ്യൂ എടുത്തിട്ട് ഒന്ന് ഡിബേറ്റ് ചെയ്യാനുണ്ടായിരുന്നല്ലേ? ടു ആൻഡ് എഗെയിൻസ്റ്റ് ആൻഡ് ഫോർ രണ്ട് ഡയലോഗ്സും നിങ്ങളോട് എങ്ങനെയായിരുന്നു കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നത്. Topic was not mentioned. It was any topic relevant to the current situation. Is there anyone who've done it? Chedavarundo. Again, Swapna is here. Swapna is just being adibuli, okay? Because ella activity cheyyunnundu. Ivida aarum oru panilliyathovaralla eniki I very well know that. So adinte edilum taking time to do this and showing that dedication and commitment is going to help സ്വപ്ന ടു മച്ച്. നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിനുള്ള റിട്ടേൺസേ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ടുള്ള റിട്ടേൺസ് നമുക്ക് കിട്ടും. ഓക്കെ ഹാരിസ്, ഓക്കെ. Again, സ്വപ്ന അയച്ചിട്ടുണ്ട്. Let me just go through it. എല്ലാരും ഒന്ന് go through ചെയ്യട്ടോ. ഡൗറി സിസ്റ്റം. ഓക്കെ, അതൊരു ബൂൺ എന്ന് പറഞ്ഞാൽ എഗെയിൻസ്റ്റ് എന്നാണ് കേട്ടോ. എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യലി സെക്യൂരിറ്റി ഫോർ വിമൻ ഇൻ ദ ബൂൺ ഇസ് അഡ്വാൻറ്റേജ്. ബൂൺ ആൻഡ് ബെയിൻ എന്ന് പറയും. നമ്മൾ പ്രോസ് ആൻഡ് കോൺസിൽ പറയുന്ന മറ്റൊരു വേർഡാണ് ബൂൺ ആൻഡ് ബെയിൻ എന്നത്. എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഫോർ വിമൻ ഇൻ ദ ഫോം ഓഫ് മൂവബിൾ ഗുഡ്സ്. Okay, served as a helping hand for the bride and the groom to build a life together after marriage. Okay, a material security and pledge that the bride and her future children will be well treated, supports the higher education and elevate the social status of economically backward grooms. Okay, raises the status of women in the husband's family, higher the dowry, more the respect she gets. But actually adoru boon aano? കൂടുതൽ പൈസ കൊടുക്കുന്നവർക്ക് കൂടുതൽ റെസ്പെക്ട് കിട്ടുന്നു എന്നുള്ളത്. Acts as a provident fund, provides the wife financial support in case of her husband's unexpected death. Okay, very good, Swapna. Very good. ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ ഡൗറി സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസ് വായിക്കുന്നത് ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ. ബട്ട് ആക്ച്വലി ആ സിസ്റ്റം is a bane to our society. It is never going to help our society because dowry system എന്നത് ഇപ്പൊ ഇവിടെ സ്വപ്ന പോർട്രേ ചെയ്തിരിക്കുന്നത് ആക്ച്വലി അതൊരു ഗിഫ്റ്റിംഗ് ആയിട്ടാണ്. ഇപ്പൊ എന്താണ് വെഡിങ് ഡേ പാരന്റ്സ് മകൾക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് എന്ന രീതിയിലാണ് ആ ഒരു ഡൗറി സിസ്റ്റത്തിനെ സ്വപ്ന പോർട്രേ ചെയ്തിരിക്കുന്നത്. ഇൻ സച്ച് എ കേസ് ഇറ്റ് ഇസ് വെൽ ആൻഡ് ഗുഡ്. ബട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ആർ കേരള? Dowry is being something people are forced to give. Rich people are giving a big amount of dowry and it is being imposed on poor people as well. And there are so many cases where people end up giving up their lives just in case of money, just for the sake of money. The money is being overweight than relationships. So dowry system ennulla oru system thanne bane aanu. But oru swapna mention ചെയ്തിരിക്കുന്ന ഒരു gifting, കല്യാണത്തിന് ഗ്രൂമിനും ബ്രൈഡിനും കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് എന്ന രീതിയിൽ ഇറ്റ്സ് എ ഗുഡ് തിങ്. ഓക്കെ, then Kavita has also given hers. Let me see. Healthcare system. We all know that the new modalities of treatment are coming up every day. For affording this kind of treatments, the cost is a big challenge. Yes, so many insurance companies are offering financial help to the needy. According to the coverage, society can gift approval for their treatment. Can gift thenneyaano adu? Not here. Can get approval ennaanu alle.
Newer modalities are available in super specialty hospitals situated in metro cities. This is creating difficulties for the poor people from villages to reach out to the hospitals. Yes, exactly. അതുകൊണ്ട് എന്താണ് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ആയിട്ട് മാറണം. ഓക്കെ, നമുക്ക് സ്വപ്നയുടെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് സൈഡും കൂടെ വായിക്കാം. And I'm very much too much happy with your sentence structuring. Okay, നിങ്ങളുടെ ഒന്നും സെന്റൻസ് സ്ട്രക്ചറിംഗിൽ ഒരു കുഴപ്പവുമില്ല. ആൻഡ് ഓൾ ഓഫ് യു ഹാവ് സ്റ്റാർട്ടഡ് യൂസിങ് അഡ്വാൻസ്ഡ് വൊക്കാബുലറീസ്. അത് പറയാതെ ഇരിക്കാൻ വയ്യ. നിങ്ങൾ സ്പീക്ക് ചെയ്യുമ്പോഴാവട്ടെ എഴുതുമ്പോഴാവട്ടെ ഓൾമോസ്റ്റ് എനിക്ക് ആക്ടിവിറ്റീസ് അയച്ചു തരുന്ന അത് സ്ഥിരമായ ആക്ടിവിറ്റി ചെയ്യുന്നതിന്റെ മെച്ചമാണ് അവർ കാണിക്കുന്നത്. ഓക്കെ, എന്റെ ക്ലാസിന്റെ മെച്ചാണ് എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ദേ ആർ ഇൻവെസ്റ്റിംഗ് ദിയർ ടൈം. ഓക്കെ, ഐ എം ഹാപ്പി ഫോർ ദാറ്റ്. So our daily activities ചെയ്യുമ്പോൾ you will surely improve. Dowry system again, dowry system makes a son an asset and a girl a liability. Exactly. Thank you, Sopna. The system indirectly reinforced female feticide. Yes, very good. Dowry results in conflicts, physical violence, emotional abuse, and deaths of brides in the groom's household. Yes, dowry is a big burden on the shoulders of brides' parents. Exactly. Dowry is a complete injustice to women and make them unequal to society. Dowry system treats unmarried girls like a commodity. Exactly. Dowry is a curse for financially backward class. Very good. Okay, very happy with these discussions. Very happy. Kavidare ayalum, Swapnade ayalum. It's very well conveyed. Okay, next is we are coming to a final. മുമ്പ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള സെയിം സ്ലൈഡ് തന്നെ ഒന്നും കൂടെ പുതിയ ആൾക്കാർ വന്നതുകൊണ്ടും പിന്നെ നിങ്ങൾ തന്നെ പറഞ്ഞ് റിപ്പീറ്റേഷൻ ഹെൽപ്സ് എന്നുള്ളത് കൊണ്ടാണ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്ന് കൃത്യമായി നിങ്ങൾ ഡിറ്റർമൈൻ ചെയ്യുക. കാരണം ഇവിടെ ഇപ്പൊ എത്ര പേരുണ്ട്? 56 ആൾക്കാരുടെയും വിഷൻ ഡിഫറെന്റ് ആണ്. ചിലർക്ക് ഇംപ്രൂവ് ചെയ്യേണ്ടത് ഗ്രാമർ ആണ്. സം ഓഫ് യു ഹാവ് ടു ഡു വിത്ത് യുവർ റൈറ്റിംഗ്, സം ഓഫ് യു ഹാവ് ടു ഡു വിത്ത് യുവർ സ്പീക്കിംഗ്. ടു ഡിറ്റർമൈൻ വാട്ട് ഇസ് യുവർ ഒബ്ജക്റ്റീവ് ഓഫ് ലേണിംഗ് ഇംഗ്ലീഷ്, അല്ലെങ്കിൽ your objective അല്ലെങ്കിൽ your aim അല്ലെങ്കിൽ your goal of attending to EEP എന്താണ് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്യുക. ബ്രേക്ക് ഡൗൺ യുവർ ഗോൾസ് ഇൻ ടു സ്മോളർ മൈൽ സ്റ്റോൺസ്. ഒറ്റയടിക്ക് എല്ലാം സാധിക്കുക എന്നതിനേക്കാൾ ബിറ്റ് ബൈ ബിറ്റ് എവറി ഡേ എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് ഒരു ഫ്ലുവൻസി എന്നൊരു വലിയ ഗോളിലേക്ക് എത്താൻ സാധിക്കുക എന്നുള്ളത് നോക്കുക. Then create a study schedule that is to be consistent. Every day 10 minutes എങ്കിൽ 10 minutes മതി. ബട്ട് ഓക്കെ, മോർണിംഗ് ഇപ്പൊ 5 മണിക്ക് എണീക്കുന്നുണ്ടാവും, 6 മണിക്ക് എണീക്കുന്നവരുണ്ടാവും. 6 to 6:10 ദാറ്റ് ഇസ് ഇനഫ്. അല്ലെങ്കിൽ 9 മണിക്ക് നിങ്ങൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ 9 to 9:10 ദാറ്റ് ഇസ് ഇനഫ്. 10 minutes പെർ ഡേ. നിങ്ങൾ 3 hours ഇൻ എ വീക്ക്, അതായത് സൺഡേ ഒരു 3 hours ഇരിക്കുന്നതും എവറി ഡേ 10 minutes സ്പെൻഡ് ചെയ്യുന്നത് നോക്കിയാൽ ടൈം വൈസ് നോക്കുമ്പോൾ എന്താണ് 3 hours ആണ് കൂടുതൽ. ബട്ട് കൺസിസ്റ്റൻസിയിൽ എവറി ഡേ 10 minutes ആണ്. ആൻഡ് ദാറ്റ് ഇസ് ഗോയിങ് ടു ഹെൽപ്പ് യു മോർ. യൂസ് റിസോഴ്സസ് ആൻഡ് ടൂൾസ്. റിസോഴ്സ് എന്താണ്? നിങ്ങൾക്ക് ഡെയിലി ആക്ടിവിറ്റീസ് ഉണ്ട്, വീഡിയോസ് ഉണ്ട്, ദെൻ ഡുവോലിംഗോ പോലത്തെ ആപ്പുകൾ ഉണ്ട്, ചാറ്റ് GPT ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ ജസ്റ്റ് ചെറുതായിട്ട് പറഞ്ഞു തന്നിരുന്നു. ആൻഡ് യു നോ at the tip of your finger you've got everything. The world is at the tip of your finger with the smart technologies. So make use of it. Track your progress and adjust as needed. നിങ്ങൾ ഒരു 1 monthലേക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്യുക, അത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലയോ എന്നുള്ളത് നിങ്ങൾ ട്രാക്ക് ചെയ്യുക. പറ്റിയിട്ടില്ലെങ്കിൽ അതനുസരിച്ച് ഗോൾസ് റീഅറേഞ്ച് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക. Okay, so that is it. Next week we'll be discussing idioms and phrasal verbs, then English for specific purpose, storytelling showcase, debate club reflection, poetry in English exploration, professional email writing, and reflective learning, journal discussion. ഇതെല്ലാം നിങ്ങളുടെ ആക്ടിവിറ്റിയുടെ റിസൾട്ട് ആയിട്ട് വരുന്ന സംഗതികളായിരിക്കും. So please make sure you all do your activities. And I am really happy for all those who showcased their activities today and who came up to speak here. Okay, I think that's it. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? Any queries, any doubts? And also ഞാൻ ഡെയിലി നിങ്ങൾ ചോദിക്കാൻ നിൽക്കണ്ട കേട്ടോ. എന്റെ ക്ലാസ്സിൽ എന്തെങ്കിലും മെച്ചപ്പെടുത്താൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ if you expect anything else from my side, you can give me feedbacks. I am very much open to it. ഞങ്ങൾക്ക് ഇങ്ങനത്തെ ക്ലാസ് അല്ല വേണ്ടത്, ഇതെല്ലാം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ഇവിടെ പറയാം. ഓക്കെ, I'm a very open person. നിങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് വിഷമാവയോ സങ്കടാവയോ ഒന്നുമില്ല. I can, because here the class should go according to your wish, because you are the one studying here.
Thank you all. We'll wind up. See you all next week. Thank you.